എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിനി നമ്മൾ കൊടൈക്കനാൽ ഡേ 2 ആണ്. നമ്മൾ ഇന്ന് പോകുന്നത് പൂണ്ടി ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. പൂണ്ടി കഴിഞ്ഞ് അവസാനത്തെ വില്ലേജ് ആയ ക്ലാവര വരെ നമ്മൾ ചുമ്മാ ഒന്ന് ഡ്രൈവ് പോയിട്ട് വരുവാണ്. അതിന് മുന്നേ ഇടയിൽ നമ്മൾ ഷീ ഫാമിലൊന്ന് കയറുന്നുണ്ട്. കൊടൈക്കനാൽ ലേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനത്തെ ദിവസം ആണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പോകുന്ന പോക്കിനുള്ള കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം. കൊരങ്ങന്മാരെ വീഡിയോ എടുക്കായിരുന്നല്ലേ? പൂണ്ടിയിലേക്ക് പോകുമ്പോൾ ഉള്ള റോഡാണത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പൂണ്ടി, മന്നവന്നൂർ, കൂക്കാൽ ഇങ്ങോട്ടേക്കെല്ലാം പോകുമ്പോൾ നമ്മൾ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് വേണ്ടത്ര ഡീസലോ പെട്രോളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്തിട്ട് വേണം വരാൻ. കാരണം കൊടൈക്കനാൽ ടൗണിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടാവില്ല. പിന്നെ ഈ മന്നവന്നൂർ സൈഡിൽ നിന്നൊക്കെ ബ്ലാക്കിന് സാധനം കിട്ടുമായിരിക്കും, പക്ഷേ അതിന് വില കൂടുതലായിരിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ വ്യൂ പോയിൻ്റിൽ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് നമ്മൾ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു വളവാണ്. അപ്പം വണ്ടി വെക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പം നോക്കി പാർക്ക് ചെയ്യുക എല്ലാവരും. ഷുഗർ സാൾട്ട് വേണ്ട. എനിക്ക് ഷുഗർ സാൾട്ട് മതി. രണ്ടും മിക്സ് ചെയ്തിട്ട്. നല്ല നമ്മൾ ചായ മാറ്റി ലൈം സോഡ ആക്കി നമ്മളിവിടെ എത്തിയപ്പോൾ. മാട്ടി കുരങ്ങൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എരഞ്ഞരിഞ്ഞ് പോകുന്നുണ്ട് അതിൻ്റെ അടുത്തേക്ക്. അതെന്നാ ചെയ്യുന്നത് നോക്കാം. സൈഡിലേക്ക് കിട്ടി കടി കിട്ടണമായിരുന്നു. നമ്മളങ്ങനെ ഷീ ഫാമിൽ എത്തിയിട്ടുണ്ട്, മന്നവന്നൂരിലെ. ഇവിടെ എൻട്രി ഫീ 20 രൂപയാണ് ഒരാൾക്ക്. ടിക്കറ്റും എടുത്ത് നമ്മൾ അകത്തേക്ക് ഇപ്പോൾ കയറാൻ പോവാണ്. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിലേക്ക് കയറി കുറച്ചങ്ങോട്ട് പോകാനുണ്ട്. പോയി കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്.
നമ്മൾ ഷീപ്പ് ഫാമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടാണുള്ളത്. ഇതിപ്പോൾ പൂണ്ടിയിലാണുള്ളത്. പൂണ്ടി ചെറിയൊരു ടൗണാണ് പൂണ്ടി. ആ ടൗണിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതെല്ലാം. നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വെള്ളം കഴിഞ്ഞപ്പം ആ ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചി നമ്മളോടൊന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ച്. അപ്പോൾ കോയി അവരെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയിട്ടുണ്ട്. കോയിനി എപ്പോൾ ഇറങ്ങുമെന്ന് അറിയില്ല. നമ്മളെല്ലാവരും ലൈം ജ്യൂസ് കുടിക്കുന്നുണ്ട്. എന്താ മാറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മാറ്റി ഷീപ്പ് ഫാം എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടായിരുന്നോ? ആണോ? ഓ ലുക്കായി മാട്ടി. സൗഖ്യമാ? നമ്മൾ മന്നവന്നൂരിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ ഹോട്ടൽ തന്നെയാണ്. നമ്മൾ നെയ്ച്ചോറും ബീഫുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ പോകുന്നത് നമ്മുടെ കൂക്കാലിൽ നമ്മുടെ റൂമിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ ഈ രാത്രി സ്റ്റേ ചെയ്യുന്നത്. ഈ 2 റൂമും നമ്മൾ എടുത്തിരിക്കുന്നത് തന്നെയാണ്. പിന്നെ കുറച്ചങ്ങ് മാറിയിട്ട് മാത്രമേ ഉള്ളൂ മറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ റൂമിൻ്റെ അകമല്ല ഇപ്പോൾ കാണിച്ചു തരാം. ഈ റൂമിൻ്റെ ബാക്ക് സൈഡിലാണ് കൂക്കാൽ ലേക്ക്. അത് ഞാൻ നാളെ രാവിലെ എണീറ്റ് ഞാൻ കാണിച്ചു തരാം. രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാലൊന്നും മനസ്സിലാവില്ല. കൂക്കാൽ ലേക്കിനോട് ചേർന്ന് തന്നെയാണ്. അത് കൂക്കാൽ ലേക്ക് വലിയൊരു ലേക്കാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ സ്റ്റേ. ഇവിടെ ക്യാമ്പ് ഫയർ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ക്യാമ്പ് ഫയർ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കുന്നുണ്ട്. ഞാനിപ്പം റൂം കാണിച്ചു തരാം. ഇതാണ് ഒരു റൂം. ഇത് കുറച്ച് ചെറിയ റൂമാണ്. മറ്റേ റൂം കുറച്ചും കൂടി വലുതാണ്. ഇവിടെ ഒരു സോഫയുണ്ട്, പിന്നെ ഒരു മിററുണ്ട്, പിന്നെ ഒരു ടേബിള്, കെറ്റില്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത്രേ ഉള്ളൂ നമ്മൾ ഈ റൂമിൽ. ഇതാണ് നമ്മുടെ മറ്റേ റൂം. ഈ റൂമിനകത്ത് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ കാണിച്ചു തരാം. എന്താ ഇവിടെ നമുക്കൊരു 3 പേർക്ക് കിടക്കാനുള്ള ബെഡ് ഉണ്ട്. പിന്നെ എന്താ എൻ്റെ ഒരു സോഫയുണ്ട്. സോഫയില് എന്നാ നമുക്ക് കിടക്കാനുള്ള സ്ഥലം. പിന്നെ അപ്പുറത്ത് ചെയറൊക്കെ ഉണ്ട് നമുക്ക് ലേക്ക് നോക്കിയിരിക്കാൻ വേണ്ടി. അത്രേ ഉള്ളൂ. പിന്നെ ഈ ബെഡിൽ നമുക്കൊരു 3-4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. കാരണം അത്രയും സ്പേസ് ഉണ്ട് ഈ ബെഡ്. നമ്മളങ്ങനെ ക്യാമ്പ് ഫയർ സംഭവങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ രാത്രി സത്യം പറഞ്ഞാൽ ക്യാമ്പ് ഫയർ വേണം. നല്ല തണുപ്പാണ് രാത്രി. അങ്ങനെ രാവിലെ ഇപ്പോൾ എണീച്ചേ ഉള്ളൂ. എന്നാ നമ്മൾ വന്നതിന് ശേഷം കൊടൈക്കനാൽ നമ്മൾ മഞ്ഞ് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. രാവിലെ ആണെങ്കിലും രാവിലെ 2 ദിവസം നമ്മൾ മര്യാദയ്ക്ക് എണീച്ചിട്ടില്ല. എന്നാ എന്തായാലും മഞ്ഞ് പകൽ തന്നെ നമ്മൾ വരുന്നതിന് മുമ്പ് ഇൻസ്റ്റാ റീലെല്ലാം കുറേ കണ്ടായിരുന്നു. മഞ്ഞ് ഉച്ചയ്ക്കാണെങ്കിലും ഉച്ചയ്ക്ക് 2-3 മണിക്കൊക്കെ മഞ്ഞ്
കണ്ട വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്നതിന് ശേഷം ഒരു മഞ്ഞും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെ ഇവിടുന്ന് പുറത്തുനിന്നുള്ള ആ ലേക്കിൻ്റെ വ്യൂ ഞാൻ ഇപ്പം കാണിച്ചു തരാം. അതിഗംഭീരമായ ഒരു വ്യൂ ആണത്. ഇന്നലെ ഇവിടെയായിരുന്നു നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ടത്. ഇവിടെ ഞാനും മാട്ടിയും കിടന്നു, അവിടെ അവർ 3 പേരും കിടന്ന്. ഇതാണ് നമ്മൾ പകലിൽ നിന്നുള്ള വ്യൂ. ഇതിലേ പോയി ഇതാണ് കൂക്കാൽ ലേക്ക്. ഇതിൻ്റെ ഒരു സൈഡിലാണ് നമ്മുടെ റൂം വരുന്നത്. ഇവിടുന്ന് ഇരിക്കുന്നിടത്തുനിന്ന് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ കാണാം, ഇരുന്ന് കണ്ട് ആസ്വദിക്കാം നമുക്ക്. പിന്നെ ഈ റൂമിൻ്റെ ഈ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് നടക്കാനുള്ള സ്ഥലമുണ്ട്. പാർട്ട് 2 ഇത്രയേ ഉള്ളൂ. നമ്മൾ 3-ാമത്തെ ദിവസം നിൽക്കുന്നതാണ് അടിപൊളി സ്ഥലം. അപ്പം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.